ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ഒരു ചിക്കൻ ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഒരൊറ്റ പാത്രം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ആദ്യം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പെപ്പറും സോൾട്ടും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 30 മിനിറ്റ്സ് മാറിനേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 സവാള നമുക്ക് അരിഞ്ഞു വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കേർഡ് എടുത്തിട്ടുണ്ട്, ഒരു ലെമൺ, ഒരു ടൊമാറ്റോ, 3-4 ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് ആൻഡ് കൊറിയാൻഡർ ലീവ്സ്. നമ്മുടെ വളരെ സിമ്പിളായ ഒരു ബിരിയാണി ആയതുകൊണ്ട് ഇത്രയൊക്കെ ഐറ്റംസ് ധാരാളമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം അല്പം നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്ത് വറുക്കാം. സവാള അധികം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പം ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കുറച്ചും കൂടി എരിവ് കൂട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി കുറച്ചും കൂടി ഇടാം. ഇനി നമുക്ക് കൊറിയാണ്ടർ പൗഡറും ഗരം മസാലയും അല്പം കുമിൻ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മിൻറ്റും കൊറിയാണ്ടർ ലീവ്സും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസും കൂടി ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം അല്പം കുറവായതുകൊണ്ട് ഞാൻ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1-2 മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പം തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ബാക്കിയുള്ള അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന് മുന്നേ അതിൻ്റെ വെള്ളം ഇടണം. എത്രയാണോ അരി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമുക്ക് വേണ്ടത്. അല്പം ലൈം ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വെച്ച് 10-15 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചോറെല്ലാം. ഇനി ചോറൊന്ന് അധികം കുഴഞ്ഞു പോകാതെ തന്നെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്യണം.
ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം ഘീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ പുഴുങ്ങി വെച്ച മുട്ടയൊക്കെ അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വറുത്ത് വെച്ച സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ബാക്കിയുള്ള മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം ദം ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ബിരിയാണി അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.